ഹലോ ഗൈസ്, ആഘോഷകരമായി 4ാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർനാഷണൽ ലെവൽ ഷിഫ്റ്റുകൾ എടുത്ത് പരിതാപകരമായ അവസ്ഥയിലിരിക്കുന്ന എൻ്റെ മുഖമാണ് നിങ്ങൾ കാണുന്നത്. ഇന്നെനിക്ക് ആരോഗ്യമില്ലെന്നും പറയാൻ, പക്ഷേ എല്ലാ ദിവസവും വീഡിയോ എടുക്കുമെന്നുള്ള ഉറച്ച തീരുമാനമുള്ളത് കൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് എന്തൊക്കെ നടക്കുന്നു, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇത്രയും വലിയ ഷിഫ്റ്റ് എടുത്തു, പിന്നെ എങ്ങനെ എനിക്ക് ഇത്രയും വലിയ ഷിഫ്റ്റ് കിട്ടി, എങ്ങനെയാണ് ഇത്രയും മണിക്കൂറുകൾ ഞാൻ ചെയ്തത്, അങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാലത്തെ യൂഷ്വൽ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് അത്രയും അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് അത്രയും പണി മുകളിലില്ല. താഴത്തെ പണികളൊക്കെ ന്യൂട്രലി അങ്ങനെ പോകുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ വന്നു. ഇനി അവിടേക്ക് പോകാൻ എനിക്ക് വയ്യ. യൂഷ്വലായിട്ട് വരുന്നവർ തന്നെയാണ് വന്നേക്കണേ. കാരണം ഞാൻ അധികം പുതിയ ആൾക്കാർ താഴെ ഇടാറില്ല. കാരണം അറിയാവുന്നവരാണെങ്കിൽ എനിക്കൊന്ന് ഫോൺ വിളിച്ചിട്ട് ഇന്നതാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ളവരെ ഞാൻ ഇട്ടേക്കണേ. താഴെ സ്ഥിരമുള്ളവരൊക്കെ തന്നെയാണ്, അതുകൊണ്ട് ഇവിടേക്ക് പോകുന്നില്ല. മുകളിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. മുകളിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ഇന്ത്യയിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രണ്ടാൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യണതേ കണ്ട. അമി സാർ, ഹായ് പ്ലീസ്. പുള്ളിക്കാരിനും എനിക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റും, പുള്ളിക്കാരിനും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റും. അപ്പം എനിക്കിന്ന് ഒരു ഉറപ്പുള്ളവരെ ഞാൻ നിർത്തിയേക്കണേ, കാരണം അല്ലെങ്കിൽ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരും അത് ചെയ്യണു. പിന്നെ നമ്മുടെ ആശാൻ മുസ, ഹായ് പ്ലീസ്. ആശാൻ അവിടെ ഇരുന്ന് ഇത് സ്കാൻ പരിപാടി ചെയ്യണു, അതവർ ചെയ്യണു. പിന്നെ അടുത്ത രണ്ടാൾക്കാർ ഇവിടെ നിന്ന് അതിൻ്റെ തന്നെ വേറൊരു പരിപാടി ചെയ്യണു. Can I have a hi? അവരവിടെ ഇരുന്ന് എന്തോ പരിപാടി ചെയ്യണു. അങ്ങനെ എല്ലാവരും ശാന്തസ്വരൂപമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചത്തുനിന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആരും എന്നെ ശല്യപ്പെടുത്താൻ വരുന്നില്ല. എന്നാലും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമല്ലാതെ വേറെ ആർഭാടമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഐ വിൽ കം ഇൻ 5 minutes. അപ്പോൾ അതങ്ങനെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്തിരി പ്രൈവറ്റായിട്ട് സംസാരിക്കാനായിട്ട് നല്ല വെളിച്ചുള്ള സ്ഥലത്തേക്ക് പോവാം. അതിന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ 4th ഫ്ലോറിൽ തന്നെ കക്കൂസ്. വാവ്, ഇത്രയും പ്രൈവസി ഉള്ള വേറൊരു സ്ഥലം നഹി. ഇവിടുത്തെ വ്യൂ അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നിങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ഓക്കെ, ഇനി പറയാൻ വന്ന കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ലോങ് ഷിഫ്റ്റ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ മണിക്കൂറുകൾ കുറച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മാസം ഓടി തീർക്കാൻ ഞാൻ പെടാപ്പാടുപെടും. അതേപോലെ തന്നെ കുറച്ച് കടങ്ങളൊക്കെ മുന്നേ ഞാൻ എടുത്തു വെച്ചതൊക്കെയായിട്ട് അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളിൽ നിന്നും കാശ് മേടിച്ചാൽ അത് നമ്മൾ പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ടും കൂടി ഇട്ട് പണിയെടുക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് കിടന്നും മറിഞ്ഞും പണിയെടുത്തു. അതാണ് ഇത്രയും മണിക്കൂർ എടുക്കാനുള്ള കാരണം. പിന്നെ എങ്ങനെ ഇത്ര മണിക്കൂർ കിട്ടി എന്നുള്ളൊരു ചോദ്യം എന്തായാലും അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും കിട്ടും. കാരണം അടുപ്പിച്ച് 4 ദിവസം ഇത്ര ഹെവി മണിക്കൂറിൽ എടുത്തത് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് കൊണ്ടും എന്നെ എവിടെ വേണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് ഇടാൻ പറ്റുന്നുള്ളത് കൊണ്ടും എനിക്കിത് മൊത്തത്തിൽ ഓടിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ കമ്പനിക്ക് ഉള്ളതുകൊണ്ടും മാത്രമാണ്. ഇതെല്ലാവർക്കും ഇങ്ങനെ ഇത്ര മണിക്കൂർ കിട്ടണം എന്നില്ല. നമ്മൾ ഒരു കമ്പനിയിൽ നിൽക്കുന്നതനുസരിച്ചും നമ്മളവിടെ നമ്മുടെ ഒരു പെർഫോമൻസ് ലെവൽ അനുസരിച്ചും ഒക്കെ ആയിട്ട് വരുന്ന ഓരോരോ പരിപാടികളാണ്. അപ്പം എൻ്റെ കാര്യങ്ങളിൽ ഇതെല്ലാം നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ എത്ര മണിക്കൂർ നിന്നാലും അത്രയും മണിക്കൂർ തീരുന്നത് വരെ പിന്നെ നമ്മാർ കളിയാക്കുന്നുണ്ട്. തീരുന്നത് വരെ സെറ്റായിട്ട് ഫുൾ എനർജിയിൽ നിൽക്കും എന്ന് ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും മണിക്കൂറിൽ ഇടുന്നതും. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ ചോദിച്ചാലും എനിക്ക് മണിക്കൂർ തരാറുണ്ട്. ആകപ്പാടുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞത് ഞാൻ ആ ഷൂട്ടിങ്ങിൻ്റെ പരിപാടി കുറച്ചധികം കാലം ചെയ്യാണ്ടിരുന്നുകൊണ്ടുള്ള ഒരു വിഷമമാണ് ഇന്നലെ കണ്ടത്. ഇന്നിപ്പോൾ ഞാൻ പോയി ഒരു 10 പ്രൊഡക്റ്റ് എടുത്ത് ഷൂട്ട് ചെയ്തു. അതങ്ങനെ ബാക്കി ആർക്കും പറ്റാറില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ എനിക്ക് ബാക്കി പരിപാടികൾ തീർത്തത് എനിക്ക് സമയം ഉള്ളതുകൊണ്ട് ഞാൻ പോയി ചെയ്തതാണ്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഞാൻ വന്നൊരു 10 അല്ലെങ്കിൽ 20 പ്രൊഡക്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യും. എന്നാലേ നമ്മൾ കയ്യിൽ നിന്ന് കളഞ്ഞ സാധനം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കുറ്റബോധം അടിക്കും. അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് മണിക്കൂറിൻ്റെ കേസ്. നമ്മളൊരു കമ്പനിയിൽ നിൽക്കുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ എത്ര ശതമാനം ലോയൽറ്റി ആ കമ്പനിയോട് കാണിക്കുന്നുണ്ടല്ലോ ഉള്ളതും ഒക്കെ അവിടെ ഒരു ഇതായിട്ട് നിൽക്കും. ഞാൻ ഇനീഷ്യലി അല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴും അല്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ അത് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിലാണ് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ആ ഒരു കാര്യത്തിൽ വിശ്വാസമാണ്. അങ്ങനെയാണ് മണിക്കൂറിൻ്റെ കേസ് പറയണത്. പിന്നെന്താ എനിക്ക് പറയാനുള്ള കേസ്, പിന്നെ ഇത്രയും മണിക്കൂർ ഞാൻ എങ്ങനെ എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഉണ്ടാവില്ല. എൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് അത് പരിതാപകരമാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു, ഓടുന്നു, ട്രാം പിടിക്കുന്നു, പാതിരാത്രി തിരിച്ചു കയറി ചെല്ലുന്നു, കുളിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഫുഡ് എവിടത്തേലൊക്കെ കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിക്കും, കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം കാലത്ത് റിപ്പീറ്റ്. കഴിഞ്ഞ ഇത്രയും ദിവസം. ഇനിയിപ്പോൾ നാളെയും കൂടി എടുക്കണമെന്നുണ്ട്. പക്ഷേ
എനിക്ക് വയ്യ. കാരണം പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ടാണല്ലോ നമ്മൾ യുദ്ധം തുടങ്ങിയത്. ആ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ദിവസം ലീവ് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മുന്നത്തെ ഒരുത്തനോട് ആ ലീവ് എടുത്ത് പോയതിൻ്റെ പേരിൽ ലോഡ് ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് ആ വെള്ളിയാഴ്ച തുടങ്ങിയാൽ ആ ലോഡ് അങ്ങോട്ട് വെട്ടി കുറച്ച് തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫുൾ ക്ലിയർ ആയി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞല്ലോ കുറേ വെരിഫൈ ചെയ്യണം, പരിപാടികൾ ചെയ്യണം. അതാണ് പകത്തവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തോടുകൂടി തീരും. അതോടുകൂടി എൻ്റെ കാറ്റും പോവും. ഹമ്മേ. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ സമ്മറായിട്ടോ കണ്ട നിങ്ങൾ സമ്മറിലാണ് ഈ കിടന്ന് അടിച്ച് പൊളിക്കുന്ന ആൾക്കാർ. പക്ഷെ കാലത്ത് സമ്മറായിട്ടില്ല. കാലത്ത് ഇപ്പോഴും മൈനസ് അല്ല, 5 ഡിഗ്രി 6 ഡിഗ്രി 7 ഡിഗ്രി എന്നിട്ടൊരു 8 മണിയാകുമ്പോഴേക്കും അതൊരു 20 ഡിഗ്രി 21 ഡിഗ്രി 22 ഡിഗ്രി. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ കുറഞ്ഞൊരു 18 17 നിന്ന് ഒരു 7 മണി 8 മണിയാകുമ്പോഴേക്കും പിന്നെയും ഒരു 8 5 6 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഞാൻ എപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരുന്നോ അപ്പം തണുപ്പും, എപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നോ അപ്പോൾ തണുപ്പ്. അതിൻ്റെ ഇടയിലുള്ള സമയം നല്ല ചൂടും. പേടിക്കണം, നാളെ തൊട്ട് നമുക്ക് സമ്മറിൻ്റെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല വെയിലുള്ള സൂര്യൻ, പക്ഷേ ചൂടധികമില്ല. അത് എക്സ്പെക്ട് ചെയ്യരുത്. കാരണം 21 ഡിഗ്രി ഇപ്പോൾ ഉള്ളൂ. വയ്യാണ്ടായി 5 മിനിറ്റ് കണ്ടിന്യൂസ് സംസാരിച്ചില്ലേ. വേറെ എന്തെങ്കിലും ഞാനിവിടെ നടക്കുന്നതായി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവന്മാരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. വേറെ ഒന്നും പറയാനില്ല. ആകെ തളർവാദം പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. തീരെ വയ്യ. കാരണം ഞാൻ പറഞ്ഞല്ലോ പരീക്ഷ അതൊക്കെ കഴിഞ്ഞ് ഷട്ടപ്പെട്ടെ എന്ന് പറഞ്ഞിങ്ങോട്ട് കയറിയതുകൊണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ബൈ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. We go. Risk it, no, don't run. So something interesting happened today. Yes. I thought of sharing to you guys as well. It's a story of how we bought a cola. How I won a cola. Okay, better in that way, but still. Yeah, he doesn't want to confess that he lost, you know. So it's a public holiday here. Most of the shop doesn't open or work today, but yes, our place works, so we are working. So we usually do this thing. Let's say we do gambling. He tells that, but I don't do gambling. We do betting. Yes, we bet. We bet for, let's say, 1 zloty, 2 zloty. But today, yes, on a special occasion, we bet on this. For a cola, 1.5 liters cola. Yes. So you guys might think from where we bought this. We bought it from Shapka. It's an exceptional store which opens every day. Always. All time. So we bought this from there. So, do you want to tell the story or should I? I can tell the story. Okay, tell the story. What happened? We had a break now from work and we were gonna go eat. So Paul mentioned there's a kebab place. The place we usually go. Yes, that we're gonna eat at it. So we went there. On our way there, we're waiting for the tram, of course. And he's like, "Oh, maybe it's closed." I'm like, "I don't know." And he's like, he was like, "Let's bet on it." Like, you started it. No, you said let's bet on it. No, you told check. Then I told no. Yeah, I told him to check on Google Maps if it's closed or open. And he was about to check, but then he was like, let's bet on it. I'm like, okay, sure. I cannot say no to a bet, Because we usually do it for 1 zloty, 2 zloty. But today was a bit expensive, but still. Yeah. Okay, he lost so bad today. So this is not the interesting we went there. We went in the tram. And in tram we saw, okay, the door is open. Was open. Then so I was like, shit, I lose. But then... Yeah. And I was, Then I was like, oh, I got the cola, everything is good. Then we got down from the tram, then we were walking there. And then what? We go there and we're like, oh, is it open? And they the workers there tell us like, no, it's closed today, it's a holiday. It was at this moment. And he started crying. It was at this moment I lost my 11 zlotys for a bottle. Having this prize, But don't worry, all of us will be drinking together. This is how you. It's not about the money or the value. It's about winning. Yeah, you know how good it feels to win. I also win. Go man. Not really. Yes, actually, yes. Not all the time, but yeah. But we bet for 1 zloty, 2 zloty. So before we betted for this. When we bet on something, with a value, I win. It's the first time, but next week we'll win. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇംഗ്ലീഷ് വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഇംഗ്ലീഷ് വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. Do you understand anything what I say? Yes, exactly. Yes, thank you. ഞങ്ങളപ്പോൾ ജോലി സ്ഥലത്ത് ഇനി തിരിച്ചു പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ കുടിക്കും. ഞാൻ കുടിക്കില്ല എന്നാലും, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കുടിച്ചായിരുന്നു. അപ്പം ശരി, ബൈ. Ciao. See you guys. കാരണം ഇവരുടെ ഷിഫ്റ്റ് ഒരു 15 മിനിറ്റിൽ. Leave a like, share and comment. ഓക്കെ, അതും ചെയ്തു. Subscribe. ഓക്കെ, ബൈ. നമ്മൾ പോവുകയാണ് അവഞ്ചേഴ്സ്, നമ്മൾ പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ പോകുമ്പോൾ ഇരിക്കുക. അതും ഈ സമ്മർ കണ്ടില്ലേ? കൊള്ളാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊള്ളിയിലേക്ക് നമുക്ക് അടുത്ത കണ്ടാടിയെടുക്കാം. അപ്പോൾ പോട്ടെ, ശരി എന്നാൽ, ബൈ.
അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മൾ അവസാനം ഇറങ്ങിയിരിക്കുകയാണ്. ഓയ്യോ ബൈദവേ ഷേ പുറത്ത് തണുപ്പില്ലാട്ടോ, നല്ല ചൂടാണ്. ഞാൻ കാലത്ത് വന്നപ്പോൾ തണുപ്പുള്ളതിൻ്റെ പേരിൽ ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ജാക്കറ്റ് ഉള്ളിൽ കിടക്കണം. മറന്നുപോയി, നല്ല ചൂട് നിൽക്കുന്നുണ്ട് എനിക്ക് ഉള്ളിൽ. പക്ഷേ അതൊന്നുമല്ല, ഇന്നത്തെ ജോലി കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം വെളിച്ചമുള്ള സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വെളിച്ചമുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ കണ്ണ് കാണാൻ പറ്റുള്ള, കണ്ണിൻ്റെ അവിടെയൊക്കെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കരുവാളിച്ചിരിക്കണ പോലെ ഇരിക്കണ്. പറ്റണില്ല, ഇരുട്ടത്തുനിന്ന് വേറെ ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നേ, കൂൾ വൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്തോ പോലെ കണ്ണിനൊക്കെ. അത് വാം വൈറ്റ് ആയിരുന്നെങ്കിൽ അത്രയും പ്രശ്നമില്ലായിരുന്നു, കൂൾ വൈറ്റ് ആയതുകൊണ്ട് എന്തോ കണ്ണിനൊരു സുഖമില്ല. പക്ഷെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജോലി കഴിഞ്ഞു, ഇനി 2 ദിവസത്തേക്ക് ജോലിയില്ല. ശാന്തം സ്വരൂപം. ചിലപ്പോൾ മിക്കതും ഞാൻ നാളെ വീഡിയോ എടുക്കാൻ സാധ്യതയില്ല, പക്ഷെ എടുക്കും. പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കും. കാരണം ഇപ്പം എൻ്റെ ഒരു ഹാബിറ്റായി. ആവശ്യമുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് നിങ്ങളെ കാണിക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മീയ സുഖത്തിലുപരി നമ്മൾ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖം. ആദ്യമൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു മടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു മൈക്കും കൂടി ആയപ്പോൾ, ഓഡിയോ ക്വാളിറ്റിയും കൂടി സെറ്റായപ്പോൾ അതൊരു ചെയ്യുമ്പോൾ ഒരു ഹരം പോലെയായി. അപ്പോൾ ഇന്നും നമ്മൾ ചെയ്തു ജോലി ഭംഗിയായിട്ട്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ജോലി ഭംഗിയായിട്ട് ചെയ്തു. പരിപാടി കഴിഞ്ഞു, ഇറങ്ങി. ഇനി വീട്ടിൽ പോകണം. ഇനി 2 ദിവസം റെസ്റ്റ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. ആ ഒരു പ്രശ്നം നല്ല രീതിയിലുണ്ട്. പക്ഷേ അതൊരു വലിയ പ്രശ്നമാണോ എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുള്ളത് കൊണ്ട് അതൊരു വലിയ പ്രശ്നമല്ല. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ. കാരണം എനിക്ക് വയ്യ, തീരെ വയ്യ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നാളെ അവർ ജോലിക്ക് വരാൻ പറഞ്ഞിട്ടും ഞാൻ വരാത്തത്. കാരണം ഞാനൊരു മാനേജർ ലീവ് എടുത്തു എന്ന് പറഞ്ഞില്ല, അവൻ നാളെ ജോയിൻ ചെയ്യും. ശരിക്കും ഞാൻ വന്ന് അവനെ മൊത്തം കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. അവൻ വന്ന് തന്നെ ഫിഗർ ഔട്ട് ചെയ്യട്ടെ, എന്നെ കൊണ്ട് വയ്യ. കാരണം അവൻ്റെ പണിയും കൂടി ഞാൻ നല്ല രീതിയിൽ എടുത്തായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ശരി എന്നാൽ ബൈ. സാഹചര്യം എപ്പോൾ റെഡി ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ റെഡി ആവാനുള്ള ചാൻസുകൾ കണ്ടു കഴിഞ്ഞാൽ വിട്ടു കളയരുത്, അപ്പം നടത്തിക്കോണം. കാരണം പിന്നൊരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു രാമൻ ഷോപ്പിലേക്ക് അങ്ങോട്ട് പോകാം എന്ന് വെച്ചു. വെക്കുക മാത്രമല്ല, പോയി കഴിച്ചു. അടിപൊളിയായിരുന്നു. പക്ഷെ ആകപ്പാടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ തിരിച്ചും മറിച്ചും എങ്ങനെയൊക്കെയോ കഴിച്ചു. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിക്കോ, കാരണം ലൈഫ് അങ്ങനെയാണ്.